നിത്യചൈതന്യമൂർത്തിയിൽ നിത്യവും ദേവനാമ ജപമാല കോർത്തു നാം ദേവതീർത്ഥം രുചിക്കുന്ന നാവുകൾ സ്നേഹനാദ ജനനികളാകണം. ദേവകളഭം ഉറയുന്ന നെറുകയിൽ നന്മ വിളയുന്ന ചിന്തകൾ പൂക്കണം. കൊടിമരത്തിൻ്റെ കാവൽ പറവകൾ കൂടുകൂട്ടുവാൻ ചില്ലകൾ തേടണം. ഊരു ചുറ്റുന്ന ദേവനു വേണ്ടി നാം അരുമാനൂരിൻ്റെ കീർത്തികളാകണം. ഊരു ചുറ്റുന്ന ദേവനു വേണ്ടി നാം അരുമാനൂരിൻ്റെ കീർത്തികളാകണം. അരുമയായ ഊര് കാലകൽപ്പനകളുടെ പിന്നൊഴുക്കുകളിൽ വ്യാപരിക്കുന്ന ഓർമ്മകളുടെ ചിന്തുകൾക്ക് 92-ാം വർഷം. പഴയ പഴമക്കാലങ്ങളുടെ ചിന്തുകൾ ദീപ്തമായി വിളങ്ങി നിൽക്കുന്ന ഈ പുതിയ ആകാശദീപ വെളിച്ചം 1000 വർഷങ്ങൾക്കപ്പുറത്ത് ഒരു വെള്ളിക്കതിരി നേദിച്ചു നിൽക്കുന്ന ആയി രാജവംശം. അന്ന് എവിടെ നിന്നോ ഓർമ്മകൾക്കിപ്പുറത്ത് ഒരുപാട് ബഹുമാനത്തോടെ ഓർത്തെടുക്കുന്നു മായ്ക്കുവാനാവാത്ത പാദമുദ്രകൾ. സമർപ്പണം. അരുമാനൂർ ശ്രീ നയനാർദേവ ക്ഷേത്രത്തിലെ 92-ാം വാർഷിക മഹോത്സവത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ കടന്നുപോയ 9 പതിറ്റാണ്ടുകൾ ഈ മണ്ണിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ ഉണർവിൻ്റെ ചരിത്രം കൂടി രേഖപ്പെടുത്തുകയാണ്. ശ്രീ നാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ നവയുഗത്തിലേക്ക് ചുവടുവെച്ച് അരുമാനൂരിൻ്റെ നാഗരികതയ്ക്ക് വെളിച്ചം പകർന്നത് മൺമറഞ്ഞുപോയ എത്രയോ കർമ്മധീരരാണ്. ചരിത്രത്തിൻ്റെ വഴികളിലൂടെ 68 നയനാർ സിദ്ധന്മാരുടെ പരമ്പരയിൽ ആത്മസിദ്ധി നേടി ഈ മണ്ണിൽ പുനർജനിച്ച മഹത് വ്യക്തിത്വങ്ങൾ ശ്രീ നയനാർ ദേവദാസന്മാരായി ജീവിച്ച് ഭഗവാനിൽ ലയിച്ചു. അവരുടെ പൂർണ്ണ സമർപ്പണത്തിൻ്റെയും മോക്ഷപ്രാപ്തിയുടെയും സാക്ഷ്യപത്രമാണ് ഈ 92-ാം വാർഷിക ആഘോഷം. പൈതൃക കൈമാറ്റം, തലമുറകൾ പകർന്നു നൽകിയ സംസ്കാരവും ആത്മജ്ഞാനികളുടെ സാന്നിധ്യവും അരുമാനൂരിൻ്റെ പവിത്രത ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. സുവർണലിപികൾ. വർഷങ്ങളായി ശ്രീ നയനാരീശ ക്ഷേത്രോത്സവങ്ങൾ നടത്തിവരുന്ന കുടുംബ പരമ്പരകളിൽ നിന്നും ശേഖരിച്ച അറിവുകൾ സുവർണലിപികളിൽ കൊത്തിവെച്ച് ചരിത്രമായി മാറിയിരിക്കുന്നു. ദീപം ഹൃദയത്തിൽ മിന്നിടും ഗുരുദേവ തേജസ്സം, നൂറ്റാണ്ടുകൾ താണ്ടിയ പുണ്യമീ മണ്ണ്, നാട്ടാരുണർത്തിടും മഹോത്സവ വിണ്ണ്. ആദരവ്. ഈ എളിയ പ്രയത്നത്തിൽ പരാമർശിച്ചിട്ടുള്ളവരും അല്ലാത്തവരുമായ എല്ലാ മഹത് വ്യക്തിത്വങ്ങളെയും ഈ തരുണത്തിൽ ഭക്തിപൂർവം സ്മരിക്കുന്നു. വരും തലമുറയിലേക്കായി പാരമ്പര്യത്തിൻ്റെ ഒരു തിരിവട്ടം കൊളുത്തിവെക്കുന്നു. പുരാതന അരുമാനൂരിൻ്റെ നാഗരികതയെയും പൈതൃകത്തെയും വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീ നയനാർദേവ ക്ഷേത്ര യോഗത്തിനു വേണ്ടി ശ്രീ ജോഷ്വ റൊണാൾഡ് തയ്യാറാക്കിയ മായ്ക്കുവാനാവാത്ത പാദമുദ്രകൾ. ഈ ചരിത്രയാത്രയിലെ തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിച്ച് നാടിൻ്റെ പെരുമ കാത്തുസൂക്ഷിക്കുവാനുള്ള ഈ പരിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന അപേക്ഷയുമായി
വർഷങ്ങളായി ഉത്സവം നടത്തി വരുന്ന കുടുംബങ്ങളെ ആദരവോടെ അവതരിപ്പിച്ചുകൊണ്ട് 92ാമത് ഉത്സവം ശിവനേ പാർവതി. ഞാൻ സുനിൽ, അരുമാനൂർ ശ്രീ നയനാർ ദേവക്ഷേത്രത്തിലെ 3ാം ഉത്സവം നടത്തുന്ന ഇപ്പോഴത്തെ തലമുറയിലെ കന്യാണ്. എൻ്റെ ഫാദറുള്ള ശ്രീ എൻ നാരായണൻ, അദ്ദേഹം നടത്തി വന്നിരുന്ന ഉത്സവമാണ് അടുത്ത തലമുറ ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ തലമുറയ്ക്ക് ശേഷമുള്ള തലമുറയും നടത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. നയനാരീഷിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇത്രയും വർഷം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 80 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്സവം ആണ് 3ാം ഉത്സവം. ഇപ്പം ശ്രീ എൻ നാരായണൻ്റെ ഭാര്യയും മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഉത്സവം ഇപ്പം ഗംഭീരമായി നയനാരീഷിൻ്റെ അനുഗ്രഹം കൊണ്ട് നടത്താൻ സാധിക്കുന്നത്. എൻ്റെ അമ്മാവൻ ശ്രീ എൻ നാരായണൻ അരുമാനിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. SN ഗ്രന്ഥശാല അടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പല രംഗങ്ങളിലും പുള്ളിയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീ എൻ നാരായണൻ. DBGS എന്ന സ്വന്തമായ ഒരു പ്രസ്ഥാനം രൂപം കൊടുക്കുകയും അതിൻ്റെ പേരിൽ വളരെയധികം പ്രോഗ്രാമുകൾ നടത്തുകയും നാട്ടിന് ഉപകാരപ്രദമായ പല വികസന പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായി നടത്തി വരികയായിരുന്നു. ഇത് മാത്രമല്ല, നെയ്യാറ്റിൻകര SNDP യൂണിയൻ്റെ മുൻകാല സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇപ്പോഴത്തെ SNDP മന്ദിരം ഇത്രയും ഭംഗിയായി തലവെടുപ്പോടെ നെയ്യാറ്റിൻകര സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമാണ്. പിന്നെ നാട്ടിലായാലും ഗ്രന്ഥശാലയുണ്ട്, വനിതാ ഗ്രന്ഥശാല നടത്തുന്നുണ്ട്, ബാലവാടി നടത്തുന്നുണ്ട്. അങ്ങനെ നാട്ടിലെ നാനാ തുറയിലും ഉപകാരപ്രദമായ അനവധി സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ എൻ നാരായണൻ. മാത്രമല്ല, അരുമാനൂർ ശ്രീ നയനാർ ദേവക്ഷേത്രത്തിലെ 3ാം ഉത്സവം എന്തുകൊണ്ടും വ്യത്യസ്തമായി നടത്തിപ്പോരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ എൻ നാരായണൻ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കുട്ടികൾക്കുതകുന്ന ക്ഷേത്രകലകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പല ആക്ഷേപങ്ങളും ഉണ്ടായിട്ട് പോലും പല കോണിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിട്ട് പോലും പക്ഷേ പുള്ളി അതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി നിന്നു. കഥകളി, കച്ചേരി, സംഗീത കച്ചേരി, അത് പ്രശസ്തനായ ശ്രീ മോഹനചന്ദ്രൻ ആൻഡ് നെയ്യാറ്റിൻകര വാസുദേവൻ, പിന്നെ മില്ലടിച്ചാമ്പാട്ട്, തലയിൽ കേശവൻ നായർ, അങ്ങനെ പ്രഗത്ഭരായ ഒട്ടനവധി വ്യക്തിത്വങ്ങളെ നമ്മുടെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ നാരായണൻ. അതേപോലെ തന്നെ നാടകമായാലും ഡാൻസായാലും സാമൂഹ്യ പ്രശസ്തിയുള്ള മറ്റ് കലാരൂപങ്ങളായാലും ചവിട്ട് നാടകം, അങ്ങനെ കുട്ടികൾ കണ്ടിട്ടില്ലാത്ത പല കലാമേളകളും അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എന്തുകൊണ്ടും വ്യത്യസ്തമായി നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എൻ്റെ കുട്ടിക്കാല ഓർമ്മകളും എല്ലാം, ഞാനും അരുമാനൂർ മണിയങ്കൽ വീട്ടിലുള്ളതാണ്. അപ്പോൾ എനിക്കും ചെറുപ്പത്തിലേ അറിയാവുന്നൊരു വ്യക്തിത്വമാണ് ശ്രീ എൻ നാരായണൻ. അദ്ദേഹത്തിൻ്റെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ആകർഷകരായിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാനും എൻ്റെ കുടുംബവും ഇപ്പോഴും ശ്രീ നാരായണൻ്റെ പാത പിന്തുടർന്ന് പുതിയ പുതുമകൾ കൊണ്ടുവരാൻ ഞങ്ങളുടെ ഉത്സവത്തിന് നമ്മളിപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ ശ്രീ നാരായണൻ അരുമാനൂർ ദേശത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ, ഒരു കലാ സാംസ്കാരിക സംഘടന ഉണ്ടാക്കി അതിൻ്റെ ഗവൺമെൻറ്റിന് സഹായമായ രീതിയിൽ ഒരു നൃത്തശില്പം ഉണ്ടാക്കി കേരളത്തിലുടനീളം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും പോയി അവതരിപ്പിച്ച് അതിൻ്റെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവും എൻ്റെ വിശ്വാസവും. അതേപോലെ തന്നെ നമ്മൾ അരുമാനൂർ ശ്രീ നയനാർ ദേവക്ഷേത്രത്തെ നമ്മളൊരു സാംസ്കാരിക കേന്ദ്രമായിട്ടാണ്
കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വിവിധങ്ങളായ പല പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളൊരു മത്സര ബുദ്ധിയോടുകൂടിയാണ് ഓരോ ഉത്സവക്കാരും അവരവരുടെ പ്രോഗ്രാം അവിടെ അവതരിപ്പിച്ച് വരുന്നത്. ബുക്ക് ചെയ്യുന്നതിനും ഓരോ പ്രോഗ്രാം ബുക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഓരോ വശങ്ങളും എല്ലാ കുടുംബക്കാരും ചർച്ച ചെയ്ത് ഒന്നിനൊന്നിന് നല്ലതായിട്ടുള്ള പ്രോഗ്രാമാണ് അവിടെ അവതരിപ്പിച്ച് വരുന്നത്. അതിൻ്റെ ഭാഗമായി എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റ് സഹോദരങ്ങൾക്കും എല്ലാവർക്കും അതിൽ പങ്കാളിയാകാനും അതേപോലെ ശ്രീ എൻ നാരായണൻ്റെ പാത പിന്തുടർന്നതെല്ലാം അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് DBGS ശാന്തി നിലയം എന്ന കുടുംബം. ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ പോയി മറഞ്ഞു. തീർച്ചയായിട്ടും അത് നമ്മുടെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാനുള്ള ഒരു സ്പെഷ്യൽ മൊമെൻ്റായി ഞാനതിനെ കാണുന്നു. അതിന് നേതൃത്വം നൽകിയ ഇപ്പോഴത്തെ ഭരണസമിതി എല്ലാ അംഗങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാ രീതിയിലും ഞങ്ങൾ സ്നേഹാദരവോടെ ആ സ്നേഹം പങ്കുവയ്ക്കുന്നു. ഇത് സ്നേഹമാണ്, അല്ലാതെ നന്ദിയല്ല. ഞങ്ങളുടെ സ്നേഹം ഈ ക്ഷേത്രയോഗം ഭാരവാഹികളെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബത്തിലെ എല്ലാ പേർക്കും അതിൻ്റേതായ സന്തോഷവും സംതൃപ്തിയാണ് ഈ ഒരു പുരസ്കാരവും പൊന്നാട ചേർക്കലും കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിന് ഞങ്ങൾക്ക് തുടർന്നും ഉത്സവം ഗംഭീരമാക്കാനുള്ള ഒരു പ്രചോദനവും ഇതുവഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നയനാധീശൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കത് സാധിക്കും. ഞങ്ങളുടെ വരും തലമുറകളും ഇപ്പോഴത്തെ തലമുറയും വരും തലമുറയും അടുത്തത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരു തലമുറയാണ് ഞങ്ങൾ വാർത്തെടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത തലമുറയിലുള്ള എല്ലാ കുട്ടികൾക്കും, അതിൽ എൻ്റെ കുട്ടിയുടെ പേര് അഖിൽ, രണ്ടാമത്തെ ആൾ അമൽ, സുധിൻ, നിതിൻ, ആതിര ആൻഡ് അരവിന്ദ്. ഇത്രയും ചെറുമക്കളാണ് ശ്രീ എൻ നാരായണൻ ഉള്ളത്. ഈ എല്ലാ ചെറുമക്കളും ഈ ദൗത്യം ഏറ്റെടുക്കാൻ വളരെ സന്തോഷത്തോടെ സന്മനസ്സോടെ ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മളെ ഈ തലമുറ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഒരു സമയമാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങളെ ഈ സമയത്ത് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ ഉത്സവം ഗംഭീരമാക്കാനും ഇനിയും അങ്ങോട്ട് വർഷങ്ങൾ നമുക്ക് നടത്താനുള്ള ആയുസ്സും ആരോഗ്യവും ശ്രീ നയനാധീശൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഈ ഉത്സവ ഭാരവാഹികളെ, ഈ വർഷത്തെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ സ്നേഹാദരവ് തിരിച്ചും അവർക്ക് ഞങ്ങൾ നൽകുകയാണ്. ക്ലാസ്, തയ്യൽ ക്ലാസ്, മ്യൂസിക്കൽ എല്ലാം ഉണ്ടായിരുന്നു, ഓർക്കസ്ട്രയുടെയൊക്കെ. പിന്നെ അതിൻ്റെ എല്ലാ ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും പാട്ട് പഠിച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കും. കോളേജിലും സ്കൂളിലും എല്ലാം കളിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ കച്ചേരി നടത്തിയിട്ടുണ്ട്. ഉത്സവകാലങ്ങളിൽ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ മിക്കവാറും എല്ലാ ഉത്സവത്തിനും ഞങ്ങൾ കയറുമായിരുന്നു. കാരണം ഈശ്വര പ്രാർത്ഥനയായിട്ടായാലും ഞാനും ചേച്ചിയെ കൂടെയാണ് പാടുന്നത്. അപ്പോൾ അവിടെ ഒരു മീറ്റിങ്ങൊക്കെ ഉള്ളപ്പോഴും ഞങ്ങൾ കയറാറുണ്ടായിരുന്നു. ഉത്സവം എന്ന് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ്. അതിൽ മൂന്നാം ഉത്സവം അച്ഛൻ തന്നെ ഓരോ അവിടെ ഒരുക്കുന്നതിലും എല്ലാത്തിനും അച്ഛൻ നല്ല രീതിയിൽ ഓരോന്ന് ചെയ്യാറുണ്ട്. അതിന് നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്ത് നിൽക്കാറുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിട്ടയുള്ള ഒരു ജീവിതമായിരുന്നു. പേര് സജീവ്, സൗദിയിൽ വർക്ക് ചെയ്യുന്നു. മൂത്തയാള് ആതിര ES സജീവ്, ഇളയാള് അരവിന്ദ് ES സജീവ്. രണ്ടുപേരും ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യും. അല്ല, അത് ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. കാരണം അച്ഛനും അമ്മയും പല പ്രവർത്തനങ്ങളുമായിട്ട് പുറത്തൊക്കെ ആയിരിക്കുമെങ്കിലും അവിടെ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടാവും. ഡാൻസ്, പാട്ട്, തയ്യൽ ക്ലാസ്, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതിലെ ചേച്ചിമാർ അവരെല്ലാവരും കാണും. പിന്നെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ചേച്ചിമാർ കാണും. അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. പറയുകയാണെങ്കിൽ സ്നേഹമുള്ള സിംഹം. കാരണം സ്നേഹം സേവ ചെയ്യുവാൻ, ഭാരതമുയർത്തുവാൻ ഞങ്ങളിന്നും മാർച്ച് ചെയ്തു മുന്നിലേക്കണഞ്ഞിടാം. പിച്ച വെച്ച നാൾ മുതൽ പുസ്തകങ്ങൾ വച്ചൊരി കൊച്ചു തോളിലിന്നു ഞങ്ങൾ മണ്ണുകോരി വെച്ചിടാം.
മണ്ണ് കോരി വെച്ചിടാം. വായോ ദർശനം നൽകയോ ശിവനേ പാർവതി. എൻ്റെ പേര് ചന്ദ്രശേഖരൻ കെ. അരുമാനൂർ മേലതിൽ കൃഷ്ണവിലാസം വീട്ടിൽ എൻ കൃഷ്ണപ്പണിക്കർ ആണ് എൻ്റെ പിതാവ്. എൻ്റെ സഹധർമ്മിണി സി രമ ആണ്. എൻ്റെ അറിവ് വെച്ച കാലം മുതൽ, അതായത് ഏകദേശം 70 വർഷത്തിൽ ഏറെ ആയി, അരുമാനൂർ ശ്രീ നൈനാർ ദേവക്ഷേത്രത്തിൽ 4-ാം ഉത്സവ ദിവസം സ്ഥിരമായി എൻ്റെ പിതാവ് നടത്തിക്കൊണ്ടിരിക്കുകയും 10 വർഷത്തിൽ ഏറെ ആയി പിതാവ് മരണപ്പെട്ടതിന് ശേഷം പിതാവിൻ്റെയും മാതാവിൻ്റെയും ഓർമ്മയ്ക്ക് വേണ്ടി ഞാനും എൻ്റെ സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് അച്ഛൻ തുടങ്ങി വെച്ച ആ പാത പിന്തുടർന്നുകൊണ്ട് ഉത്സവം സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ അരുമാനൂരിലെ നൈനാർ മഹാദേവൻ്റെ ശക്തിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ഉത്സവം സ്ഥിരമായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുവാൻ കാരണം. തുടർന്നും കഴിയുന്നിടത്തോളം കാലം നടത്തുവാനാണ് ഞങ്ങളുടെയും കുടുംബാംഗങ്ങളും എല്ലാം ഉദ്ദേശിക്കുന്നത്. ഗ്രാമത്തിൻ്റെ സാംസ്കാരികമായ പുരോഗതിയിൽ നമ്മുടെ ക്ഷേത്രവും നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളും വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കുറേ കാലഘട്ടം കഥാപ്രസംഗത്തിൻ്റെ പ്രതാപ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ കൊല്ലം ബാബുവിൻ്റെ കഥാപ്രസംഗം കുറേ കാലഘട്ടം ഞങ്ങൾ സ്പോൺസർ ചെയ്ത് ഈ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറേ കാലഘട്ടം തിരുവനന്തപുരം കേരള തിയേറ്റേഴ്സിൻ്റെ നാടകം, അതായത് അതിൻ്റെ സംവിധാനവും നിർമ്മാണവും എല്ലാം നിർവഹിച്ചിരുന്നത് ശ്രീ വേട്ടക്കുളം ശിവാനന്ദൻ അവர்களാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു നാടകം എന്ന് പറയുന്നത് കിരാതപർവം, അതുപോലെ ഉമ്മിണിത്തങ്ക ചരിത്ര നാടകമാണ്. അപ്പോൾ ഈ ചരിത്ര നാടകവും അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക നാടകങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക പുരോഗതിക്ക് ഏറ്റവും ഉതകുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ മറ്റ് കലാരൂപങ്ങളാകുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും, പ്രധാനമായും അത് തിരുവനന്തപുരം ദൃശ്യവേദി ആണ് ഈ കലാപ്രകടനം നമ്മുടെ വേദിയിൽ നടത്തിയിട്ടുള്ളത്. അതും അതായത് പഴയ കാലഘട്ടത്തിലെ വിശേഷങ്ങളൊക്കെ തന്നെ നാടൻ കലാരൂപത്തിലാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അരുമാനൂരുകാർക്ക് പഴയ ആ നാടൻ പാട്ടുകളെക്കുറിച്ചും വടക്കൻ കേരളത്തിലുള്ള ചില രീതികളെക്കുറിച്ചുമൊക്കെ തന്നെ പഠിക്കുവാനും അറിയുവാനും ഈ കലാവിരുന്ന് ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോഴും ആ കലാവിരുന്നുകളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. തുടർന്നും സാംസ്കാരിക പുരോഗതിക്ക് വേണ്ടി ഇത്തരം കലാവിരുന്നുകൾ വീണ്ടും നടത്തുന്നതാണ് എന്നാണ് ഞങ്ങൾ ഉറപ്പ് നൽകുന്നത്. എൻ്റെ പിതാവ് എൻ കൃഷ്ണപ്പണിക്കർ അവர்களுം എൻ്റെ മാതാവ് ശ്രീമതി പൊന്നമ്മ അവர்களுം ശ്രീ നൈനാർ മഹാദേവനിൽ ഉള്ള ഉറച്ച വിശ്വാസം കാരണം ഞങ്ങളോട്, അതായത് പിൻഗാമികളായ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആവുന്നിടത്തോളം കാലം
ക്ഷേത്രത്തിലെ ഉത്സവം നടത്തിക്കൊണ്ടു പോകണമെന്നും മാത്രമല്ല ആ ദിവസം, അതായത് 4-ാം ഉത്സവ ദിവസം നമ്മുടെ ഗൃഹത്തിൽ വരുന്നവർക്കെല്ലാം ഉച്ചഭക്ഷണമായാലും സായാഹ്ന ഭക്ഷണമായാലും അതും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നൽകണം എന്ന് പ്രത്യേകം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഞങ്ങൾ ആ രീതിയിൽ നിന്നും തുറന്നു കൊണ്ടുപോകുന്നത്. അതിന് നൈനാർ മഹാദേവൻ്റെ കാരുണ്യം എപ്പോഴും നമുക്കുണ്ടായിട്ടുണ്ട്. മഹാദേവൻ്റെ സഹായം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അതിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ ഉത്സവം എപ്പോഴും തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിൻഗാമികളും ഈ മാർഗം തുടരും എന്ന് തന്നെയാണ് പൂർണ്ണ വിശ്വാസം. അതിന് കാരണം എന്ന് പറയുന്നത് നൈനാർ മഹാദേവനിൽ ഉള്ള അമിതമായ വിശ്വാസം തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസം നേടുന്നതിനും വിദ്യാഭ്യാസം നേടിയതിന് ശേഷം KSRTCയിൽ തൊഴിൽ ലഭിക്കുന്നതിനും നൈനാർ മഹാദേവൻ്റെ കടാക്ഷം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് നൈനാർ മഹാദേവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ പാത പിന്തുടരുന്നത്. എനിക്ക് എൻ്റെ കുടുംബം കൂടാതെ 2 മക്കളാണുള്ളത്. ഒരാൾ മകനും ഒരാൾ മകളുമാണ്. അവർക്കും വിദ്യാഭ്യാസം നേടുന്നതിന് നൈനാർ മഹാദേവൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ പോലും മകനും മകളും സ്വകാര്യ മേഖലയിലെ ചില സ്ഥാപനങ്ങളിൽ ജോലി നേടുന്നുണ്ട്. അങ്ങനെ ആ വിധത്തിലെങ്കിലും ജോലി നേടുവാൻ കഴിഞ്ഞതും നൈനാർ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പേര് രമ. ഞാൻ ചായക്കട്ടോളം ആനന്ദിയുടെ സദാനന്ദൻ്റെയും ചന്ദ്രമതിയുടെ മകളാണ്. അരുമാനിൽ വന്നിട്ട് 31 വർഷമായി. ഞാൻ വന്നതാണ് അവരുടെ ഉത്സവമുണ്ട്. വന്നത് നാളെ മുതലല്ല. ഉത്സവം ഒരു 70 വർഷം ആയി ഉത്സവം നടത്താൻ തുടങ്ങിയിട്ട്. ഞാൻ വരുമ്പോഴേ സന്തോഷം. ഉത്സവം നടത്തുന്നതിൽ സന്തോഷം. അമ്മയും മാമനും ഞങ്ങളെ ഏൽപ്പിച്ചതാണ് പൂജ നടത്തണമെന്ന്. ഞങ്ങളത് ചെയ്യാറുണ്ട്. എല്ലാവരും ഫാമിലി എല്ലാവരുമായിട്ടാണ് ഉത്സവം നടത്തിക്കൊണ്ട് പോകുന്നത്. കോവിലിൻ്റെ ഏറ്റവും കൂടുതൽ വർഷം ഉത്സവം നടത്തിയിട്ടുള്ളത് അമ്മ വെള്ളകൃഷ്ണ പണിക്കരാണ്. വാസ്തവത്തിൽ ആദരവ് കൊടുക്കേണ്ടത് അവർക്കാണ്. അവർ മരിക്കുമ്പോൾ തന്നെ 60 വർഷമായി ഉത്സവം നടത്തിയിട്ട്. പിന്നെ ഇപ്പോൾ ലേറ്റായി എന്നാലും കുഴപ്പമില്ല. നമുക്ക് തന്നെങ്കിലും അത് മാമന് കൊടുത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു സന്തോഷമാണ്. ഒരുപാട് അനുഭവം തന്നെയാണ് ഉത്സവം നടത്താനുള്ളൊരു പ്രധാന കാരണം. അത് ഉത്സവം വിടാതെ ഇത്രയും വർഷം നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ തന്നെയാണ്. അത് പറഞ്ഞ് തീരില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ 2 മക്കളുണ്ട്. മോനും മോളും ഉണ്ട്. 2 പേരും പഠിച്ചു. അവർക്ക് ജോലി ആയി. മോൻ ബാങ്കിലാണ്, ബന്ധൻ ബാങ്കിലാണ് ഏരിയ മാനേജറാണ്. മോള് ജേർണലിസ്റ്റാണ്. സി കേരള ചാനലിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ അരുമാനൂർ മണിയങ്കൽ വീട്ടിൽ കേശവപ്പണിക്കയുടെയും ശാരദയുടെയും പുത്രൻ രാമഭദ്രൻ. അരുമാനൂർ ശ്രീ നൈനാർ ദേവക്ഷേത്രത്തിലെ പല പ്രാവശ്യം എൻ്റെ കൊച്ചുനാൾ മുതൽ പല പ്രാവശ്യം ഭരണസമിതിയിൽ അംഗമാകാനും പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ശ്രീ നൈനാർ ദേവക്ഷേത്ര ഉത്സവത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കാനും സാധിച്ചിട്ടുണ്ട്. ശ്രീ രാമൻ മുതലാളി 91 വർഷമായി നടത്തി വന്നിരുന്ന ഉത്സവം 1952 അദ്ദേഹത്തിൻ്റെ വിൽപ്രകാരം അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ അല്ലെങ്കിൽ നടത്തി വരണമെന്ന് ആവശ്യപ്പെടുകയും അതിന് പ്രകാരം പ്രസ്തുത ഉത്സവം നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ പുത്രനായ ശ്രീ M.R. മാധവൻ
ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. കാലകാലമായി ശ്രീ മാധവൻ മാധവ പ്രസവ ഉത്സവം നടത്തുകയും ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവായ സുകുമാരൻ മേജ്, നെയ്യാറ്റിൻകര സുകുമാരൻ മേജ് നമുക്കിനി ഉത്സവം ഓരോരുത്തർക്ക് നടത്താമെന്ന് പറയുകയും അതിന് പ്രകാരം ശ്രീ രാമൻ മുതലാളി 7 മക്കളും തുടർന്ന് ഈ ഉത്സവം നടത്തിക്കൊണ്ടുവരികയായിരുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രനായ ശ്രീ ആർ കുഞ്ഞികൃഷ്ണ പണിക്കർ ഈ ഉത്സവം അവരുടെ കാലശേഷം നിന്നുപോകും എന്നുള്ള ഒരു സാഹചര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അങ്ങനെ ശ്രീ രാമൻ മുതലാളി മെമ്മോറിയൽ ട്രസ്റ്റ് 15 വർഷത്തിന് മുമ്പ് രൂപവൽക്കരിക്കുകയും ചെയ്തു. 15 വർഷമായി ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കാനുള്ള ഒരു നിയോഗം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 15 വർഷമായി ഈ ഉത്സവം ഭംഗിയായ രീതിയിൽ നടത്തുന്നതിന് ഞാൻ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത തലമുറയെ പ്രസ്തുത ഉത്സവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ശ്രീ നയനാർ ദേവക്ഷേത്രത്തിലെ പുതിയ ഭരണസമിതി 91 വർഷമായി ഞങ്ങളുടെ കുടുംബം നടത്തി വരുന്ന ഈ ഉത്സവത്തിൻ്റെ പേരിൽ ഞങ്ങളെ അനുമോദിക്കുകയും ഈ വൻപിച്ച ജനാവലിയുടെ മുമ്പിൽ ഞങ്ങളെ ആദരിക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള വിവരം അറിയിച്ചു കൊടുക്കും. 5 വർഷക്കാലം ഒരു ധനകാര്യ സ്ഥാപനമായ മുത്തൂറ്റ് ഫിൻകാർപ്പിൽ ജോലി ചെയ്യുകയും ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയും. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മകളും ഒരു മകൻ. മകൾ തിരുവനന്തപുരം എയ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട്, മകൻ ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയുടെ HR വിങ്ങോട്ടിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പ്രശസ്ത സംഗീത കലാകാരന്മാരായ യേശുദാസ്, MG ശ്രീകുമാർ, ശ്രീമതി ചിത്ര, S ജാനകി, P ലീല, വാണി ജയറാം തുടങ്ങി ഇവരും ദക്ഷിണേന്ത്യയിലെ മികച്ച സംഗീത കലാകാരന്മാർ ശ്രീമതി ഉഷ ഉടുപ്പ് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംഗീത കലാകാരികളും നിരവധി ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുത്ത വിവിധ കലാപരിപാടികൾ നമ്മുടെ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് കാലാകാലങ്ങളായി നടന്നു വന്നിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ ശ്രീ സുകുമാരൻ മേജർ ക്ഷേത്രത്തിന് വരുത്തിയ അലങ്കാരങ്ങളും ആ വർഷം നടത്തിയ കലാപരിപാടികൾ പ്രസ്തുത ഉത്സവത്തിൽ ഇന്നും മികച്ചു നിൽക്കുന്നു. ശ്രീ തിരുവഴ ജയശങ്കരൻ്റെ നാദസ്വര കച്ചേരിയും കാട്ടുകുതിര എന്ന നാടകവുമാണ് ആ വർഷം അവതരിപ്പിച്ചത്. എൻ്റെ പേര് രാജലക്ഷ്മി. ഞാൻ അരുമാനൂർ ആയത്ര വീട്ടിൽ ശ്രീ N തുളസീധരൻ്റെയും ശാന്തമ്മയുടെയും മകളാണ്. അച്ഛൻ വളരെ ദീർഘകാലം ശ്രീ നയനാർ ദേവക്ഷേത്രത്തിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 45 വർഷമായി ഞാൻ മണിയങ്കൽ കുടുംബത്തിൽ വന്നതിന് ശേഷം അവിടെ 5ാം ഉത്സവത്തിൽ നല്ല രീതിയിൽ പങ്കെടുക്കാൻ ഉള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തി ഏന്തി, ഞങ്ങൾ 2 പേരാണ്. 91 വർഷമായി ശ്രീ നയനാർ ദേവക്ഷേത്രത്തിൽ മണിയങ്കൽ ഫാമിലി നടത്തിക്കൊണ്ടിരുന്ന 5ാം ഉത്സവം ഇപ്പോൾ രാമൻ മുതലാളി ട്രസ്റ്റ് എന്ന പേരിലാണ് നടത്തുന്നത്. അതിന് ക്ഷേത്രയോഗം ഭാരവാഹികൾ അംഗീകാരം തന്നതിന് ഞങ്ങൾ നയനാർ ദേവൻ്റെ അനുഗ്രഹമായി കണ്ട് സന്തോഷിക്കുന്നു. ആ കാലഘട്ടത്തിൽ ശ്രീ സുകുമാരൻ മേജർ അരുമാൻ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ, ഇന്ന് നാം കാണുന്ന ഈ അലങ്കാരവും ദീപങ്ങളും എല്ലാം ശ്രീ സുകുമാരൻ മേജറിൻ്റെ പരിശ്രമത്തിലൂടെയാണ് ഇവിടെ നടന്നു വന്നത്. അത് നമ്മൾ പിന്നീട് കാലാകാലങ്ങളായി തുടർന്നു. ആ കാലഘട്ടത്തിൽ ശ്രീ തിരുവഴ ജയശങ്കറിൻ്റെ നാദസ്വര കച്ചേരിയും നല്ലൊരു പ്രൊഫഷണൽ സമിതിയുടെ നാടകവും അവതരിപ്പിച്ച് ഉത്സവ പരിപാടി മോടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും സംഗീത സിനിമാ കലാകാരന്മാർ അവിടെ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഓർമ്മയായി എൻ്റെ മനസ്സിൽ നിലനിൽക്കും. അരുമാനൂർ കോവിലിനയതീഹം നയനാർ പതികം തൻ തമിഴ് തേവാരം ഗുരുദേവൻ തൻ ദിവ്യ സങ്കീർത്തനം. അരുമാനൂർ മേക്ക് പുല്ലൊഴിഞ്ഞ വീട്ടിൽ കുട്ടം മണിക്കരുടെയും
അമ്മക്കുട്ടിയമ്മയുടെയും അമ്മക്കുട്ടിയുടെയും 5 മക്കളിൽ 3ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ സുകുമാരൻ, 2ാമത്തെ ജ്യേഷ്ഠൻ സദാശിവൻ, 3ാമത് ഞാൻ അപ്പു എന്ന ഞാൻ, 4ാമത് സുശീലൻ, 5ാമത് സുരേന്ദ്രൻ. ഈ 5 പേരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാനും എൻ്റെ ഇളയ അനിയൻ സുരേന്ദ്രനും മാത്രമാണ്. മറ്റു 3 സഹോദരങ്ങളും മരിച്ചുപോയി. 1972-71 കാലഘട്ടത്തിൽ അരുമാനൂർ നയനാർ മഹാദേവ ക്ഷേത്രത്തിലെ 6ാം ഉത്സവം നടത്തിക്കൊണ്ടിരുന്ന മാന്യ വ്യക്തിക്ക് തുടർന്ന് നടത്താൻ കഴിവില്ല എന്ന് ക്ഷേത്രത്തെ യോഗത്തെ അറിയിക്കുകയും ആ ക്ഷേത്രയോഗത്തിൻ്റെ പൊതുയോഗത്തിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ സുകുമാരൻ പങ്കെടുക്കുകയും ആ പൊതുയോഗത്തിൽ വെച്ച് 6ാം ഉത്സവം എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ നടത്തിക്കൊള്ളാമെന്ന് ഏറ്റെടുക്കുകയും ഗുരുദേവൻ്റെ ആദർശങ്ങളെ മുറുകെ പിടിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ് നയനാർ മഹാദേവ ക്ഷേത്രത്തിലെ ആദ്യത്തെ ക്ഷേത്ര ഭാരവാഹികൾ. അതിൽ പ്രധാനിയായിരുന്നു പടവുങ്കര കേശവൻ സാർ എന്ന് പറയുന്ന വ്യക്തി. അതിനോടനുബന്ധിച്ച് അരുമാനൂർ മണിയങ്കൽ രാമൻ മുതലാളി, തുടർന്ന് രാമൻ മുതലാളിയുടെ മകൻ മാധവൻ, M.R. മാധവൻ വളരെ കാലം പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതേമാതിരി മണിയങ്കൽ വീട്ടിൽ നാരായണ പണിക്കർ, അദ്ദേഹവും പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും നയനാർ ദേവക്ഷേത്രത്തിൽ പല പദവികളും അലങ്കരിച്ചിട്ടുണ്ട്. ജി കരുണാകരൻ ചക്രായുധ പണിക്കർ, അരുമാനൂർ ജി കരുണാകരൻ പണിക്കർ, ജി ചക്രായുധ പണിക്കർ, അരുമാനൂർ ബി ഗോപിനാഥൻ, ഗോകുലത്തിൽ ഗോപിനാഥൻ, പിന്നെ കേശവ പണിക്കർ, KSRTCയുടെ ചീഫ് ആയിരുന്ന കേശവ പണിക്കർ, ഇങ്ങനെ പ്രമുഖ വ്യക്തികളൊക്കെ ആദ്യകാലത്ത് ക്ഷേത്രയോഗത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിമാരുമായിട്ട് പദവികൾ അലങ്കരിച്ചിട്ടുള്ള കാലമായിരുന്നു. അവരുടെ കാലത്ത് ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അവർ എൻ്റെ കൊച്ചുനാളിലും ഞാൻ പ്രായമായപ്പോഴും അവരൊക്കെ തന്നെ ആയിരുന്നു ക്ഷേത്രയോഗത്തിൽ. എന്തെങ്കിലും 4 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അരുമാനൂർ നയനാർ ദേവക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തിൽ വരുന്ന സമ്മേളനങ്ങളിൽ ഉള്ള പ്രസംഗങ്ങൾ കേട്ടും അവരുടെ പാരായണങ്ങൾ കേട്ടുമാണ് എന്തെങ്കിലും 2 വാക്ക് ഇതേമാതിരി പറയാനുള്ള ഒരു അറിവ് എനിക്ക് ശ്രീ നയനാർ ദേവക്ഷേത്രത്തിൽ നിന്നാണ്. ആ വാർഷികം നടക്കുന്ന കാലങ്ങളിലെ സമ്മേളനങ്ങളിൽ നിന്നും ആണ് എനിക്ക് ഇത്തിപ്പോരെങ്കിലും ഈ വാക്കുകൾ പറയാനുള്ള, അതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും പഠിക്കാൻ സാധിച്ചു. വലിയ വലിയ പ്രഭാഷണങ്ങളൊക്കെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒരുപാട് കവിമാർ വന്നിട്ടുണ്ട്. OMV കുറുപ്പ് വന്നിട്ടുണ്ട്, കടമനിട്ട രമേശൻ, പിന്നെ സാനു മാസ്റ്റർ, ലോകത്തിൽ പിന്നെ ഒരുപാട് പിന്നെ മൺമറഞ്ഞു പോയ ഒരുപാട് കവികൾ ഇവിടെ വന്ന് കവിയരങ്ങ് നടത്തിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. നല്ല നല്ല വാക്കുകൾ അവരിൽ നിന്ന് ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും 2 വാക്ക് പറയാനോ എടുക്കാനോ ഉള്ള ഒരു ജ്ഞാനം അരുമാനൂർ നയനാർ ദേവക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനങ്ങളിൽ നിന്നാണെന്ന് അതിനെനിക്ക് വലിയ സന്തോഷമുണ്ട്. പുള്ളിനമ്മം കിന്നരി തുന്നി ചേർത്ത് പുളകത്തിൻ പച്ച വിരിപ്പണിഞ്ഞ നളിനാഭ ചിന്തുന്ന കൊച്ചു ഗ്രാമം അരുമാനൂർ ഭൗമിയം സ്വർഗഭൂമി. ആ ഉത്സവം നടത്തുന്നതിൽ ഒരു അംഗീകാരം ഞങ്ങൾക്ക് കിട്ടിയതിൽ ക്ഷേത്രയോഗവും നാട്ടുകാരും ക്ഷേത്ര കമ്മിറ്റിയും എല്ലാം തന്നതിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ സന്തോഷമുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ സുകുമാരൻ നയനാർ ദേവക്ഷേത്രത്തിലെ ക്ഷേത്രയോഗം സെക്രട്ടറിയായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും എല്ലാം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1971-72 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇപ്പോൾ 50 വർഷം മുതൽ 51 വർഷം കൊണ്ട് ഞങ്ങൾ നയനാർ ദേവൻ്റെ കൃപാകടാശം കൊണ്ട് 6ാം ഉത്സവം ഭംഗിയായ രീതിയിൽ ഞങ്ങളുടെ കഴിവിനൊത്ത്
നടത്തി വരുന്നു. കായംകുളം KPEC ആണ് ഞങ്ങളുടെ ഈ 6ാം ഉത്സവത്തിന് ഏറ്റവും കൂടുതൽ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ നാടകങ്ങൾ പഴയ നാടകത്തിൽ ആദ്യമായി അവർ അവതരിപ്പിച്ച നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, രണ്ടാമത് മുടിയനായ പുത്രൻ, സർവേക്കല്ല്, അശ്വമേധം എന്നീ പ്രമുഖ നാടകങ്ങൾ, തോപ്പിൽ പാസിയുടെ പ്രമുഖ നാടകങ്ങൾ ആണ് ഈ വേദിയിൽ നാടകങ്ങളും ഇപ്പോഴത്തെ പുതിയ നാടകങ്ങളും ഈ വേദിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഉദ്ദേശം 42 വർഷക്കാലം അവർ ഈ വേദിയിൽ 6ാം ഉത്സവത്തിന് അവരുടെ പരിപാടികളായിരുന്നു. ആ കുട്ടിക്കാലത്തൊന്നും ഇത്രയും വിപുലമായ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ക്ഷേത്രപൂജയും പിന്നെ തിരുവല്ലം പൊന്നമ്മയുടെ ഓട്ടംതുള്ളലുമാണ്. ആ ഓട്ടംതുള്ളൽ ഇപ്പോൾ കാണുന്ന മടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. അന്ന് സ്റ്റേജൊന്നുമില്ല. 5ാം ഉത്സവത്തിന് ശേഷമാണ് മൈക്ക് സെറ്റ് വരുന്നത്. അല്ലാത്ത ദിവസം പെട്രോൾ മേശ വെച്ച് തിരുവല്ല പൊന്നമ്മയുടെ സ്ഥിരം ആയിട്ടുള്ള അനേക വർഷങ്ങൾ കൊണ്ട് തിരുവല്ല പൊന്നമ്മ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് അന്നത്തെ പരിപാടി. പെട്രോൾ മേശിൻ്റെ മുമ്പിൽ മടപ്പള്ളി എന്ന സ്ഥലത്ത് പെട്രോൾ മേശിൻ്റെ മുന്നിലിരുന്ന് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഈ കലാപരിപാടി കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് സുപ്രസിദ്ധരായ കലാകാരന്മാരും നാടക സമിതികളും പിന്നെ സുപ്രസിദ്ധ കാരികൻ സാംബശിവൻ്റെ കഥാപ്രസംഗവും അങ്ങനെ എല്ലാം. സാംബശിവൻ്റെ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അറിയുന്ന ഒരു പരിപാടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ലോകം എല്ലാ ജില്ലകളിൽ വരെ ഇവിടെ ആളെത്തി കഥാപ്രസംഗം കേൾക്കുമായിരുന്നു. തുടരെ ഒരുപാട് വർഷം അങ്ങേര് കഥാപ്രസംഗം അങ്ങേരുടെ മരണകാലം വരെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വലിയച്ഛൻ്റെ പേര് നാരായണ പണിക്കർ എന്നാണ്. പുള്ളി തന്നെയാണ് ആദ്യം മുതലേ ഉത്സവം നടത്തിക്കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് ഈ ആദരവ് കിട്ടിയെങ്കിലും യഥാർത്ഥത്തിൽ ഇത് കിട്ടേണ്ടത് എൻ്റെ വലിയച്ഛനാണ്. നാരായണ പണിക്കർക്കാണ് ഇത് കിട്ടേണ്ടത്. കാര്യം ഞാൻ 27 വർഷമാണ് നടത്തിയത്. വലിയച്ഛ 51 വർഷം നടത്തി ഈ ഉത്സവം. അതിലെനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്, സന്തോഷമുണ്ട്. എൻ്റെ പേര് ജയകുമാർ എന്നാണ്. ഞാൻ ഈ മണിയങ്ക വീട്ടിൽ കൃഷ്ണപ്പണിക്കരുടെ മകനാണ്, മൂത്ത മകനാണ് ഞാൻ. ഈ 7ാം ഉത്സവം നടത്തിയിരുന്നത് എൻ്റെ വലിയച്ഛനായിരുന്നു. വലിയച്ഛൻ 51 വർഷത്തിന് മുകളിൽ ഉത്സവം നടത്തി. അതിനുശേഷം എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. എൻ്റെ ചോദിച്ച് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ച് ഞാൻ നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ 27 വർഷമായി. ഈ വർഷമാകുമ്പോൾ 27 വർഷമായി ഉത്സവം നടത്തിയിട്ട്. പിന്നെ ക്ഷേത്രത്തിൽ ഈ വർഷം ഇങ്ങനെ ഒരു ആദരവ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നാട്ടിലെ കുട്ടികളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനുവേണ്ടി എൻ്റെ ആത്മാർത്ഥമായിട്ടും ഞാനും അവർക്ക് വേണ്ടി സഹകരിക്കുന്നത്. കാരണം നമ്മളെ നാട്ടിലെ കുട്ടികളാണ്. അത് വളരെ നല്ല രീതിയിൽ, പ്രത്യേകിച്ചും ഉമ്മച്ചെന്ന് പറയുന്ന പയ്യനാണ് ഇതിന് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. ആ പുള്ളിയുടെ ആത്മാർത്ഥമായിട്ടുള്ള കഴിവുകൊണ്ട് തന്നെയാണ് ഇത് ഈ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് കല്യാണം കഴിച്ചത്. എൻ്റെ വൈഫിൻ്റെ പേര് ഷീബ എന്നാണ്. എൻ്റെ പേര് ഷീബ എന്നാണ്. ഞാൻ കൊറ്റന്മുള വീട്ടിലെ ഓമന ടീച്ചറിൻ്റെയും ബാലുമാൻ എന്ന് പറയുന്ന വ്യക്തിയുടെയും മകളാണ്. ഇവിടെ ജയകുമാറിൻ്റെ ഭാര്യയാണ്. മണിയെങ്കിൽ കൃഷ്ണസദനത്തിലെ ജയകുമാറിൻ്റെ ഭാര്യയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 37ാമത്തെ വർഷമാണ്. ഞങ്ങളുടെ കല്യാണം ഒരു കൊടിയേറ്റ് ദിവസമായിരുന്നു. ജനുവരി 25 അന്ന് 1ാം ഉത്സവമായിരുന്നു. കൊടിയേറ്റിൻ്റെ അന്നായിരുന്നു. ഈ 37 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ട് ജനുവരി 25 കൊടിയേറ്റിൻ്റെ അന്ന് വന്നതും. ഞങ്ങളുടെ വിവാഹ വർഷത്തിൻ്റെ അന്നാണ് ഈ വർഷത്തെ ഉത്സവം 1ാം ഉത്സവം തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിതൊരു പ്രത്യേക ഒരുപാട് അനുഗ്രഹം കിട്ടിയ ഒരു വർഷമായിരുന്നു. പിന്നെ ഉത്സവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണല്ലോ. ഞാനും ചെറുതിലേ കണ്ടു വളർന്ന ദേവനുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ ഇത്രയും നല്ല രീതിയിലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത് മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടുമാണ്. സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷമാണ് എനിക്ക് ദൈവം വിധിച്ചത്. അതിൽ ഞാൻ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് ദേവൻ്റെ മുമ്പിൽ എത്ര പ്രണമിച്ചാലും എനിക്കത് മതിയാവില്ല. അത്രയും സമാധാനമുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് ഭർത്താവായിട്ട് ദേവൻ തന്നത്. വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഞാനതിൽ. നാട്ടിലെ നക്ഷത്രങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഘടന, കുട്ടികളുടെ ഒരു കലാരൂപം നടപ്പിലാക്കാൻ താല്പര്യമുണ്ടെന്ന് വന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതിലെ പ്രധാനപ്പെട്ട ആൾ മനോജാണ്. മനോജൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അപ്പം മനോജ് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ച്, ടീച്ചറെ ഞങ്ങൾക്ക് ഒരു അവസരം തരാമോ
എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പൂർണ്ണ മനസ്സോടെ മനോജിൻ്റെ അടുത്ത് പറഞ്ഞു, മനോജ് ഇങ്ങനെ ഒരു കലാരൂപം അവതരിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ മനോജിന് മാത്രമേ തരൂ. വേറെ മനോജിനോട് ഞാൻ നന്ദി പറയണം. കാരണം നമ്മളെ നാട്ടിൽ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. അവർക്കൊന്നും ഒരു സാഹചര്യം കിട്ടാതെ അവരുടെ കലാവാസനകൾ വളർത്തിക്കൊണ്ടുവരാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടെ ആയ മനോജ് ഇത്രത്തോളം നാട്ടിന് വേണ്ടിയിട്ടൊരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിൽ ഞാനും വളരെ സന്തോഷവതിയാണ്. 7ാം ഉത്സവം ഞങ്ങൾ നടത്തുന്നു. പക്ഷേ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ജീവൻ വരെ പണയപ്പെടുത്തി മഹാദേവന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടാൾക്കാരാണ് അരുമാനൂരുള്ളത്. അവരുടെ എല്ലാ കുടുംബങ്ങൾക്കും നന്മ വരണമെന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാനുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം, എൻ്റെ പേര് ഉദയകുമാർ. ഞാൻ അരുമാനൂർ തോപ്പുളാകത്ത് പുത്തൻ വീട്ടിൽ ശ്രീ ജി കരുണാകരൻ അവരുടെയും ശ്രീമതി കൃഷ്ണമ്മയുടെയും മകനാണ്. ഞങ്ങൾ കഴിഞ്ഞ 28 വർഷമായിട്ട് 8ാം ഉത്സവം ഞങ്ങളാണ് 8ാം ദിവസത്തെ ഉത്സവം ഞങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് 1997 നമുക്ക് വന്നു വീണ ഒരു ഭാഗ്യമായിരുന്നു. അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അച്ഛനത് 3 വർഷം മാത്രമേ അച്ഛനത് നടത്താൻ സാധിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങൾ വേർപിരിഞ്ഞു പോയി. പക്ഷെ എങ്കിലും അത് കഴിഞ്ഞിട്ട് അമ്മയും ഞങ്ങൾ 4 മക്കളും, മൂത്ത ചേച്ചി ജയകുമാരി, 2ാമത് ഉദയകുമാരി, 3ാമത് ഞാൻ, എൻ്റെ അനിയത്തി ഷീജ, ഞങ്ങളെല്ലാവരും, പിന്നെ നമ്മുടെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡായ ജയപ്രകാശ്, 2ാമത്തെ ആള് സതീശൻ, പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡ് മധുസൂദനൻ, പിന്നെ ഞങ്ങളെ ബാക്കി എല്ലാവരും ചേർന്നിട്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് വരികയാണ്. ഞാൻ ഈശ്വര അനുഗ്രഹം കൊണ്ട് ആ 8ാം ദിവസത്തെ പൂജ ഉത്സവം നമുക്ക് നന്നായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട്. ശിവനേ പാർവതി നയിനാർന്നാച്ചിയാരെ വാസഭൂവിൽ വന്നു ദർശനം നൽകിയോനേ അരുമാനൂർ കോവിലിനെ തൊരു വാസഭൂവിൽ വന്നു ദർശനം നൽകിയോനേ അരുമാനൂർ കോവിലിനെ ദീപം ഹൃദയത്തിൽ മിന്നിടും ഗുരുദേവ തേജസ്സം നൂറ്റാണ്ടുകൾ താണ്ടിയ പുണ്യമീ മണ്ണ് നാട്ടാരുണർത്തിടും മഹോത്സവ വിണ്ണ് പുണ്യമീ മണ്ണ് നാട്ടരുണർത്തിടും മഹോത്സവ വിണ്ണ് ഗുരുവേ തൃപ്പാദം ഭവ്യം സങ്കൽപ്പം നൈനാർ ദേവനേ കൈതൊഴാമരുളേകാൻ വായോ ദർശനം നൽകയോ ശിവനേ ഭൂവിൽ വന്നു ദർശനം നൽകിയോനേ അരുമാനൂർ കോവിലിനൈതിക്ക് കാലങ്ങൾ മാഞ്ഞപ്പോൾ കോവിൽ ക്ഷയിച്ചപ്പോൾ അന്ധകാരത്തിൽ ദേശം തളർന്നു നിന്നപ്പോൾ കാലങ്ങൾ മാഞ്ഞപ്പോൾ കോവിൽ ക്ഷയിച്ചപ്പോൾ അന്ധകാരത്തിൽ ദേശം തളർന്നു നിന്നപ്പോൾ കരുണാമയനായൊരു ഗുരുദേവൻ വന്നു ജീവൻ പകർന്നു നിൻ പുനരുദ്ധാരണം കണ്ടു ബാലാലയത്തിൽ നിൻ ശക്തിയെ മാറ്റിയോ ഒരു പുലർകാലം പോൽ മാനം തെളിയിച്ചോന്ന് ശിവനേ പാർവതി നൈനാർ
അരുമാനൂർ കോവിലിൽ